Hello students, now we can see indeterminate forms. While we are calculating limits of the form limit x tends to c f of x divided by g of x. We use limits of f of x and g of x separately. If limit f of x equal to say a and limit g of x equal to say b at x equal to c, then we can write limit x tends to say f of x by g of x equal to a by b. Then there are different situations. If b is finite and a equal to 0, numerator 0, denominator non-zero, then the value of the limit equal to 0. And another situation, if a is finite and b equal to 0, then division by 0 is not possible, then we say that the limit is infinite. If b equal to 0, a finite ആണെന്നുള്ള assumption, the limit is infinite. Limit of this quantity is x, limit x tends to c fx by gx is infinite. Then it is an infinite limit. ബി ഫൈനൈറ്റ് എ ഈക്വൽ ടു 0, അവിടെ കൺഫ്യൂഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് എഴുതാത്തത്. അപ്പോൾ ലിമിറ്റ് 0 ആണ്. ഇനി ഇതിലും കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് എയും ബിയും 0. ഇഫ് എ ഈക്വൽ ടു 0 ആൻഡ് ബി ഈക്വൽ ടു 0, 0 ബൈ 0, അതിനെ ഇൻഫിനിറ്റ് എന്നും പറയത്തില്ല, ലിമിറ്റ് വാല്യൂ 0 എന്നും പറയത്തില്ല. ദാറ്റ് റെപ്രസെന്റ്സ് എ സിറ്റുവേഷൻ ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ആൻ ഇൻഡിറ്റർമിനേറ്റ് ലിമിറ്റ്, ഇൻഡിറ്റർമിനേറ്റ് ഫോം. സിറ്റുവേഷൻ ഈസ് കോൾഡ് ആൻ ഇൻഡിറ്റർമിനേറ്റ് ഫോം. തൽക്കാലത്തേക്ക് ഇൻഡിറ്റർമിനേറ്റ് എന്നേ ഉള്ളൂ. സച്ച് ആൻ എക്സാമ്പിൾ ഈസ് given by fx equal to alpha x, gx equal to x. Limit x tends to 0, fx by gx. Separate ആയിട്ട് ആലോചിച്ച limit x tends to 0, alpha x. x 0 ആകുമ്പോൾ alpha x 0. ഡിനോമിനേറ്ററിൽ limit x tends to 0, x. അപ്പോൾ എയും 0, ബിയും 0, 0 by 0 ഫോം ആയിരുന്നു. ഇവിടെ വരെ മാത്രം ആലോചിക്കാം. പക്ഷെ ഇവിടെ x കട്ട് ചെയ്യാം. limit x tends to 0, alpha എന്ന് എഴുതാം. If alpha is a constant, x tends to 0 is not a matter. x എങ്ങോട്ട് പോയാലും ആൽഫ ആയിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ഇവിടെ നമ്മൾ വേറെ ആലോചിക്കുമായിരുന്നെങ്കിൽ the situation is 0 by 0 form. In that case it is an indeterminate form. But by simplification we get the answer alpha. അപ്പോൾ ഇൻഡിറ്റർമിനേറ്റ് ഫോം വന്നതുകൊണ്ട് ലിമിറ്റ് ഇല്ല എന്നല്ല, ഇൻഫിനിറ്റ് ലിമിറ്റ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അതുപോലത്തെ ഒരു സിറ്റുവേഷൻ അല്ല 0 by 0 എന്ന് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് എക്സ് ബൈ ജി എക്സിനെ സെപ്പറേറ്റ്, എഫ് എക്സിൻ്റെ ജി എക്സിൻ്റെ ലിമിറ്റ്സ് സെപ്പറേറ്റ് കൊടുത്ത് എഴുതുമ്പോൾ കിട്ടുന്ന സിറ്റുവേഷൻ ബെറ്റർ ആകാവുന്ന ഒരു സിറ്റുവേഷനാണ്. പിന്നെ സിംപ്ലിഫിക്കേഷൻ വഴിയോ മറ്റെന്തെങ്കിലും അങ്ങനത്തെ മെത്തേഡ്സാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അതിനെ മെത്തേഡ്സിലോ നമുക്കതിനെ എവാലുവേറ്റ് ചെയ്യാൻ സാധിക്കാവുന്ന ഒരു സിറ്റുവേഷനാണ്. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വേറെയും ഉണ്ട്. ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി കിട്ടാം. പിന്നെ ഇതുപോലെ എഫ് എക്സ് ബൈ ജി എക്സ് തന്നെ ആയിരിക്കണമെന്നില്ല. പ്രോഡക്ട്സിൽ 0 ഇൻറ്റു ഇൻഫിനിറ്റി, 0 റേസ് ടു 0, 1 റേസ് ടു ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി റേസ് ടു 0, ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി, ഇങ്ങനെയൊക്കെ വരാം. പ്രോഡക്ട്സിലും സമ്മിലും പവറിലും ഒക്കെ. ഇതിനെല്ലാം നമുക്ക് 0 ബൈ 0, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റിയിൽ ഏതെങ്കിലും ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ ദീസ് ആർ ഓൾ ആർ കോൾഡ് ഇൻഡിറ്റർമിനേറ്റ് ഫോംസ്. ഈ സിറ്റുവേഷൻസിനെ എല്ലാം നമ്മൾ ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ തീരുമാനിക്കാൻ തൽക്കാലത്തേക്ക് പറ്റില്ല എന്നുള്ളൂ, പിന്നെ നമുക്കതിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്ന കേസസ് ആണ് ഇൻഡിറ്റർമിനേറ്റ് ഫോംസിൽ നമ്മൾ ഡീൽ ചെയ്യുക. അത് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗമാണ് ഈ ആദ്യത്തെ തിയറം. എഫും ജിയും ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ അവിടെ ഇപ്പോൾ പറയുന്നുള്ളൂ ഡിഫൈൻഡ് ആണ്. എഫ് എയും ജി എയും 0 ആണ്. പക്ഷെ എ തുടങ്ങി ബി വരെയുള്ള ഇപ്പോൾ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിലെ ഡിസ്കഷൻ ഉള്ളൂ. ഈ തിയറത്തിന്റെ പ്രത്യേകത അതാണ് കേട്ടോ. ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ പറയുന്നു എഫ് എയും ജി എയും 0 ആണ്. ജി എക്സ് നോട്ട് ഈക്വൽ ടു 0 ഫോർ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി. ജി എ 0 ആണ്, പക്ഷെ എ കഴിഞ്ഞ് റൈറ്റിലേക്കുള്ള പോയിന്റ്സിൽ ജി എക്സുകൾ 0 അല്ല. എഫും ജിയും ഡിഫറൻഷ്യബിൾ ആണ്. എഫ് ആൻഡ് ജി ആർ ഡിഫറൻഷ്യബിൾ അറ്റ് എ ആൻഡ് ജി ഡാഷ് എ നോട്ട് ഈക്വൽ ടു 0. ജി എ 0 ആയിരുന്നു, പക്ഷെ ജി ഡാഷ് എ നോട്ട് ഈക്വൽ ടു 0 ആണ്. ദെൻ ടു കാൽക്കുലേറ്റ് ദ ലിമിറ്റ് ഓഫ് എഫ് ബൈ ജി, എഫ് ബൈ ജി പറ്റത്തില്ലല്ലോ. എഫ് എയും ജി എയും ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിൽ 0 ബൈ 0 എന്നുള്ള സിറ്റുവേഷൻ ആണ്. ഇത് പറ്റില്ലെങ്കിലും നമുക്കിതിന്റെ ലിമിറ്റ് പറയാൻ ഇത് ഉപയോഗിക്കാം. എഫ് ഡാഷ് എ ബൈ ജി ഡാഷ് എ ഉപയോഗിക്കാം. പക്ഷെ എല്ലായിടത്തും ഉപയോഗിക്കത്തില്ല. എഫ് എയും ജി എയും എഫ് എക്സ് ബൈ ജി എക്സിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ, എയിലെ ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിൽ എഫ് എ ബൈ ജി എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അങ്ങനെ എഴുതുമ്പോൾ 0 ബൈ 0 ഫോം ആണ്, ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. പക്ഷെ എഫും ജിയും ഡിഫറൻഷ്യബിളും എയുടെ റൈറ്റ് സൈഡിലേക്ക് ജി എക്സ് നോൺ 0 ആയിട്ടിരിക്കുവാണെങ്കിൽ നമുക്ക് എഫ് ഡാഷ് എ ബൈ ജി ഡാഷ് എ, ഈ കേസിൽ എഫ് എ ജി എ 0 ആകുന്ന കേസിൽ മാത്രം, അല്ലാത്ത കേസിൽ ഇത് പറ്റില്ല എന്ന് നമ്മളൊരു എക്സാമ്പിൾ ഉപയോഗിച്ച് കാണിക്കുന്നുണ്ട്. എഫ് എയും ജി എയും എഫ് എക്സ് ബൈ ജി എക്സ് ഫോമിലുള്ള ഒരു ഫംഗ്ഷന്റെ ഡെഫിനേഷൻ ലിമിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിൽ എഫ് എയും ജി എയും 0 ആവുകയാണ്. എഫും ജിയും ഡിഫറൻഷ്യബിൾ ആണ്. ജി ഡാഷ് എ നോൺ 0 ആണ്. ജി എ 0 ആണ്, ജി ഡാഷ് എ നോൺ 0 ആണ്. ജി എക്സ് നോട്ട് ഈക്വൽ ടു 0 ഓൺ ദ റൈറ്റ് ഓഫ് എ
അങ്ങനെയുള്ള ഒരു ക്ലോസ്ഡ് ഇന്റർവെല്ലാണ് ഈ ഫംഗ്ഷൻസ് ഡിഫൈൻഡ് എങ്കിൽ നമുക്ക് എഫ് എ ബൈ ജിയുടെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ. ലിമിറ്റ് ഈക്വൽ ടു, ഇത് എ ബിയിലെ പറഞ്ഞേക്കുന്നത്, എയുടെ റൈറ്റിലേക്കേ പറഞ്ഞിട്ടുള്ളൂ. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എ എന്ന് പറയുന്ന പോയിന്റിലാണ് ഈ പ്രശ്നം. എഫ് എ ബൈ ജി എ 0/0 സിറ്റുവേഷൻ തന്ന അവിടെയാണ്. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ്, എ മൈനസ് പറയുന്നില്ലാത്തതിന്റെ കാര്യം ഇത് എ തുടങ്ങി ബി വരെ പരിഗണിക്കുന്നുള്ളൂ, എയുടെ പുറകിലേക്കുള്ള പോയിന്റ്സ് ഇല്ല. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് എക്സ് ബൈ ജി എക്സ്, റൈറ്റ് ലിമിറ്റിനാണ് ഇപ്പോൾ തൽക്കാലം പറഞ്ഞിരിക്കുന്നത്. ഇത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്ക് ഉപയോഗിക്കാവുന്ന ക്രൈറ്റീരിയ ആയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അത് എൽ ഹോസ്പിറ്റൽസ് റൂൾ തുടർന്ന് നമ്മൾ കാണുന്നുണ്ട്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് എക്സ് ബൈ ജി എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് എ ബൈ ജി ഡാഷ് എ. പ്രൂഫ് വളരെ എളുപ്പമാണ്. എഫ് എയും ജി എയും 0, എഫ് എക്സ് ബൈ ജി എക്സ് എന്നുള്ള എക്സ്പ്രഷനെ എഫ് എക്സ് മൈനസ് 0 ബൈ ജി എക്സ് മൈനസ് 0 എന്ന് എഴുതാം. അപ്പോൾ പൊക്കത്തിലെ 0 എഫ് എ 0 ആണല്ലോ, എഫ് എ കൊണ്ടും താഴത്തെ 0 ജി എക്സ് മൈനസ് 0, ആ 0 നമ്മൾ ജി എ കൊണ്ട് റീപ്ലേസ് ചെയ്തു. എഫ് എ 0 ആണ്, ജി എയും 0 ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതാൻ പറ്റുന്നത്. അപ്പം അത്തരം ഫംഗ്ഷൻസ് എഫ് എയും ജി എയും 0 ആകുന്ന സ്ഥലത്തെ നമുക്ക് ഇത് എഴുതത്തുള്ളൂ. സോ എഫ് എക്സ് ബൈ ജി എക്സ് ഈക്വൽ ടു എഫ് എക്സ് മൈനസ് എഫ് എ ഡിവൈഡ് ബൈ ജി എക്സ് മൈനസ് ജി എ. ദെൻ ഡിവൈഡ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ എക്സ് മൈനസ് എ. അപ്പോൾ അത് ക്യാൻസലായി, രണ്ടിടത്തും ഉള്ളതുകൊണ്ട്. അപ്പോൾ നമുക്ക് രണ്ടിടത്തും എക്സ് മൈനസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതായിട്ട് കാണിക്കും. Now if we take the limit extends to a plus fx by gx equal to limit extends to a plus of this quantity fx minus fa divided by x minus a gx minus ga by x minus a. അപ്പോൾ fx by gx ന്റെ റൈറ്റ് ലിമിറ്റ് എയിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇതിന്റെ ലിമിറ്റ് ചെയ്താൽ മതി. ഈ കാണുന്നതിൽ എഫ് എക്സ് മൈനസ് എഫ് എ ഡിവൈഡ് ബൈ എക്സ് മൈനസ് എ ന്യൂമറേറ്ററും മറ്റേത് ഡിനോമിനേറ്ററും ആയിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് ചെയ്താൽ ന്യൂമറേറ്ററിൽ കാണുന്നത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് എക്സ് മൈനസ് എഫ് എ ഡിവൈഡ് ബൈ എക്സ് മൈനസ് എ. ഡിനോമിനേറ്ററിൽ അതുപോലെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് ജി എക്സ് മൈനസ് ജി എ ഡിവൈഡ് ബൈ എക്സ് മൈനസ് എ. ബട്ട് വി നോ ദാറ്റ് ദ ന്യൂമറേറ്റർ ഈസ് എഫ് ഡാഷ് എ ആൻഡ് ദ ഡിനോമിനേറ്റർ ഈസ് ജി ഡാഷ് എ. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് എക്സ് ബൈ ജി എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് എ ബൈ ജി ഡാഷ് എ എന്ന് നമുക്ക് പറയാം. അത് എഫ് എയും ജി എയും 0 ആണെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ എഴുതത്തുള്ളൂ എന്ന് പറഞ്ഞു. ആ കണ്ടീഷൻ എസെൻഷ്യൽ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ നമുക്കൊരു എക്സാമ്പിൾ പ്രൊവൈഡ് ചെയ്യാം. എഫ് എക്സ് എക്സ് പ്ലസ് 17 ജി എക്സ് 2x പ്ലസ് 3 ആകുന്ന കേസ് എടുക്കുക. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് എക്സ് ബൈ ജി എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം എന്നിരിക്കട്ടെ. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എക്സ് പ്ലസ് 17 ബൈ 2x പ്ലസ് 3 ആണ്. എക്സ് 0 കൊടുക്കുമ്പോൾ ന്യൂമറേറ്റർ 17 ഡിനോമിനേറ്റർ 3 ആണ്. അതിന്റെ അർത്ഥം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എക്സ് പ്ലസ് 17 അല്ലെങ്കിൽ എക്സ് പ്ലസ് 17 എഫ് ഓഫ് എക്സ് ആണെങ്കിൽ എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 0 അല്ല. 2x പ്ലസ് 3 ജി ഓഫ് എക്സ് ആണെങ്കിൽ ജി ഓഫ് 0 എയുടെ പൊസിഷനിൽ 0 ആണ്. എഫ് എയും ജി എയും 0 അല്ല. അപ്പോൾ നമുക്ക് ലിമിറ്റ് യഥാർത്ഥത്തിൽ കിട്ടുന്നത് 17/3 ആണ്. ആ കേസിൽ എഫ് ഡാഷ് എ ബൈ ജി ഡാഷ് എയുടെ ലിമിറ്റ് ചെയ്താൽ നമുക്ക് ഈ ആൻസർ തന്നെ കിട്ടത്തില്ല. ഹിയർ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു എഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 17, എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 1, gx equal to 2x plus 3, g dash x equal to 2, f dash 0 by g a equal to 0 here. 0യിലാണ് നമ്മൾ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എഫ് ഡാഷ് 0 ബൈ ജി ഡാഷ് 0 എന്ന് പറയുന്നത് 1/2 ആണ്. അത് അതിന്റെ യഥാർത്ഥ ലിമിറ്റ് 17/3 ഈക്വൽ ആകത്തില്ല. അപ്പോൾ എഫ് എയും ജി എയും 0 ആവുന്ന സിറ്റുവേഷനിൽ മാത്രമേ ഇത് ഉപയോഗിക്കാവുള്ളൂ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിൽ 0/0 ഇൻഡിറ്റർമിനേറ്റ് സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമേ ഇതിന് ആപ്ലിക്കേഷൻ ഉള്ളൂ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിൽ ആൻസർ കിട്ടുന്ന ഒരു കേസ് ആണെങ്കിൽ നമ്മൾ കൊണ്ട് ഡെറിവേറ്റീവ്സ് എടുത്ത് ലിമിറ്റ് എഴുതിയേക്കരുത്, തെറ്റിപ്പോവും എന്നാണ് ഈ പ്രോബ്ലം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് കോഷി മീൻ വാല്യൂ തിയറം. നമുക്ക് റോൾസ് തിയറം മീൻ വാല്യൂ തിയറം ഒക്കെ +2 ക്ലാസ്സുകൾ തുടങ്ങി പരിചയമുള്ളതാണ്. അപ്പോൾ കോഷി മീൻ വാല്യൂ തിയറം രണ്ട് ഫംഗ്ഷൻ, നമ്മളിപ്പോൾ എഫ് എക്സ് ബൈ ജി എക്സ് ഫോമിലുള്ള ഫംഗ്ഷൻസിനെയാണ് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ എഫ് എക്സ് ബൈ ജി എക്സിന് അതൊന്ന് കണക്ട് ചെയ്തിരിക്കുന്നതാണ് കോഷി മീൻ വാല്യൂ തിയറം. ഇവിടെ എഴുതിയിരിക്കുന്ന എക്സ്പ്രഷൻ മെയിൻ വാല്യൂ തിയറത്തിലെ പോലെയാണ്. മെയിൻ വാല്യൂ തിയറം വന്നത് തന്നെ റോൾസ്, രണ്ടും കണക്റ്റഡ് ആണെന്ന് പറയാം. മെയിൻ വാല്യൂ തിയറം റോൾസ് തിയറത്തിൽ നിന്നോ റോൾസ് തിയറം മെയിൻ വാല്യൂ തിയറത്തിൽ നിന്നൊക്കെ നമുക്ക് ഡിറൈവ് ചെയ്യാം. ദിസ് ഇസ് കോൾഡ് കോഷി മെയിൻ വാല്യൂ തിയറം ആൻഡ് ഫോർ ദാറ്റ് വി യൂസ് ഓർഡിനറി റോൾസ് തിയറം. റോൾസ് തിയറം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഓൺ എ ക്ലോസ്ഡ് ഇന്റർവൽ ആൻഡ് ഡിഫറൻഷ്യബിൾ ഓൺ ആൻ ഓപ്പൺ ഇന്റർവൽ ആൻഡ് there exists a point in the open interval such that the value of the function is 0 at a point in the open interval. നൊട്ടേഷൻസിൽ പറഞ്ഞാൽ എഫ് എക്സ് കണ്ടിന്യൂസ് ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി, ഒരു ഫംഗ്ഷനെ അന്നേരം ഉള്ളൂ. ഓർഡിനറി റോൾസ് തിയറത്തിന്റെ കാര്യം പറയുന്നത് എഫ് ഡാഷ് എക്സ് എക്സിസ് ഇൻ ഓപ്പൺ ഇന്റർവൽ എ ബി, then there exists a point c in between a and b or c element of open interval a b such that ഒരു ഫംഗ്ഷൻ എഫ് തന്നിരിക്കുമ്പോൾ എഫ് ഡാഷ് സി 0 ആകുന്ന ഒരു പോയിന്റ് ഉണ്ടാകും. അതാണ് റോൾസ് തിയറം. Then see what is Cauchy mean value theorem. Here we have two continuous functions fg on closed interval ab
and they are differentiable on open interval AB, and we assume that g dash x denominator derivative not equal to 0 for all x element of open interval AB. Division possible denominatoril കിടക്കുന്നതാണ്. അപ്പോൾ ഡിവിഷൻ പോസിബിൾ ആകാൻ വേണ്ടിയാണ് ജി ഡാഷ് എക്സ് ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ ഒരു സ്ഥലത്തും 0 അല്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ജി ഡാഷ് സി ഇവിടെ ഡിനോമിനേറ്റർ വരുന്നുണ്ട്. സി ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ ഒരു പോയിന്റും ആണ്, അതുകൊണ്ടാണ് ഈ കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത്. Then there exists a C element of open interval AB such that mean value എയും ബിയും ആണ് എൻ പോയിന്റ്സ്. ഫംഗ്ഷൻസ് എഫും ജിയും ആണ്. എഫ് ബി മൈനസ് എഫ് എ ജി ബി മൈനസ് ജി എ ഡിവൈഡ് ചെയ്യുന്നു. എഫ് ബി മൈനസ് എഫ് എ ഡിവൈഡ് ബൈ ജി ബി മൈനസ് ജി എ ഈക്വൽ ടു എഫ് ഡാഷ് സി ഡിവൈഡഡ് ബൈ ജി ഡാഷ് സി. ദാറ്റ് ഇസ് കോഷി മീൻ വാല്യൂ തിയറം. മീൻ വാല്യൂ തിയറം വേറെ ഉണ്ട്, അതൊരു ഫംഗ്ഷന് വേണ്ടി മാത്രമുള്ളതാണ്. റോൾസ് തിയറം മീൻ ഒരു ഫംഗ്ഷന് വേണ്ടി മാത്രം. Cauchy mean value theorem is for two functions. F and G are continuous on closed interval AB and differentiable on open interval AB. And we assume that the denominator function derivative g dash x not equal to 0 for all x in open interval AB. Then there exists a point in the open interval such that fb minus fa divided by gb minus ga equal to f dash c by g dash c. To prove this theorem, we are going to take another function h of x defined by h of x equal to fb minus fa divided by gb minus ga. That constant a and b ഒക്കെ n points ആണ് into gx minus ga. ഫംഗ്ഷൻ റോൾ വരുന്ന ഈ gx നാണ്. into gx minus ga that much minus f of x minus f of a. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്തിരിക്കണം. ഇത് അതിൻ്റെ ഒരു കീ സ്റ്റെപ്പാണ്, അതുകൊണ്ടാണ് ഇവിടെ സ്റ്റാർ ഇട്ട് വെച്ചിരിക്കുന്നത്. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഫംഗ്ഷൻ എടുക്കുന്നു. എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈ ഒരു കോൺസ്റ്റന്റ് എഫ് ബി മൈനസ് എഫ് എ ഡിവൈഡ് ബൈ ജി ബി മൈനസ് ജി എ ഇൻറ്റു ജി എക്സ് മൈനസ് ജി എ. ആ പ്രോഡക്റ്റ് എടുക്കുക. മൈനസ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ എന്ന് പറയുന്ന ഫംഗ്ഷനാണ് എച്ച് ഓഫ് എക്സ് എന്നെടുക്കുന്നു. ദെൻ എച്ച് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആൻഡ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി. എഫും ജിയും കണ്ടിന്യൂസ് ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി എന്ന് പറഞ്ഞിരിക്കുന്നത്. എഫും ജിയും ഉപയോഗിച്ചാണ് ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എച്ച് കണ്ടിന്യൂസ് ആണ്. എഫും ജിയും ഡിഫറൻഷ്യബിൾ ഇൻ ഓപ്പൺ ഇന്റർവൽ എ ബി, അപ്പോൾ ഇതും അങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് എച്ച് കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിൾ ഓൺ കണ്ടിന്യൂസ് ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആൻഡ് ഡിഫറൻഷ്യബിൾ ഇൻ ഓപ്പൺ ഇന്റർവൽ എ ബി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി പെട്ടെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നുള്ളൂ എച്ച് ഓഫ് എ. ഇപ്പൊ പറഞ്ഞ എക്സ്പ്രഷനിൽ എഫ് ബി മൈനസ് എഫ് എ ബൈ ജി ബി മൈനസ് ജി എ, ഇവിടെ ജി എക്സ് മൈനസ് ജി എ ആയിരുന്നു. അതിന് ഒരു എച്ച് ഓഫ് എ വരുമ്പോൾ ജി എ മൈനസ് ജി എന്നാവും. ഇവിടെ എഫ് എക്സ് മൈനസ് എഫ് എ ആയിരുന്നു, അവിടെയും എഫ് എ മൈനസ് എഫ് എ എന്നാവും. അപ്പൊ എച്ച് ഓഫ് എ എന്ന് പറയുന്നത് ജി എ മൈനസ് ജി എ, ഇത് 0 ആയി. ഇവിടെ എന്തുണ്ടായിട്ടും കാര്യമില്ല. ഇവിടെ എഫ് എ മൈനസ് എഫ് എ എന്ന് വരുന്നത്, ഇത് 0 ആയി. സിമിലർലി എച്ച് ഓഫ് ബി, അവിടെ എക്സ് കാണുന്നിടത്ത് ബി ഇട്ട് കൊടുത്താൽ മതി. എച്ച് ഓഫ് ബിയും 0 ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. റോൾസ് തിയറത്തിൽ അങ്ങനെയും കൂടെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. എൻ പോയിന്റ്സിൽ ഇന്റർവെലിന്റെ എൻ പോയിന്റ്സിൽ ഫംഗ്ഷന്റെ വാല്യൂസ് 0 ആവുകയും കൂടെ വേണമായിരുന്നു. ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻ, ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻ, എയിലും ബിയിലും ഫംഗ്ഷന്റെ വാല്യൂസ് 0s ആണ്. അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷന്റെ വാല്യൂ ഡെറിവേറ്റീവിന്റെ വാല്യൂ 0 ആകുന്ന എഫ് ഡാഷ് സി 0 ആകുന്ന ഒരു പോയിന്റ് ഉണ്ട്. ദെൻ H satisfies conditions of Rolle's theorem. H continuous in closed interval AB, H differentiable in open interval AB, H of A 0, H of B 0. Then H satisfies the conditions of Rolle's theorem. And the conclusion of Rolle's theorem, derivative 0 in a open interval, in the open interval. There exists a C element of open interval AB such that H dash C equal to 0. H dash C എന്ന് പറയുന്നത് നമ്മുടെ ഫംഗ്ഷൻ H of എക്സിനെ നോക്കുക. എഫ് ബി മൈനസ് എഫ് എ ഡിവൈഡഡ് ബൈ ജി ബി മൈനസ് ജി എ കോൺസ്റ്റന്റ്. പിന്നെ ഉണ്ടായിരുന്നത് ജി എക്സ് മൈനസ് ജി എ എന്നുള്ളതായിരുന്നു. ഡെറിവേറ്റീവ് എടുക്കുമ്പം ജി ഡാഷ് എക്സ് ആണുള്ളത്. എച്ച് ഡാഷ് സി എഴുതണമെങ്കിൽ ഇവിടെ ജി ഡാഷ് സി എഴുതണം. ജി എ കോൺസ്റ്റന്റ് ആണ്, ഇവിടെ 0 ആണ്. ദിസ് കോൺസ്റ്റന്റ് ഇൻറ്റു ജി എക്സ് മൈനസ് ജി എ ആയിരുന്നു. ജി എക്സിന്റെ ഡെറിവേറ്റീവ് ജി ഡാഷ് എക്സ്, ജി എയുടെ ഡെറിവേറ്റീവ് 0 ആയി. അപ്പോൾ ദാറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു സിയിലെ വാല്യൂ എഴുതുമ്പോൾ ജി ഡാഷ് സി. വേണമെങ്കിൽ നമുക്ക് എച്ച് ഡാഷ് എക്സ് ആദ്യം എഴുതി വെക്കാം. അപ്പോൾ ഇവിടെ ജി ഡാഷ് എക്സ് ആണ്. പിന്നെ ഉണ്ടായിരുന്ന എഫ് എക്സ് മൈനസ് എഫ് എ കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0, എഫ് എക്സിൻ്റെത് എഫ് ഡാഷ് എക്സ്. അറ്റ് സി എഴുതുമ്പം ഇത് ജി ഡാഷ് സി ആയി, ഇത് എഫ് ഡാഷ് സി ആയി. അത് നമുക്കൊന്നുമില്ല, ആ എക്സ്പ്രഷൻ എടുക്കുക. എച്ച് ഡാഷ് എക്സ് എഴുതുക, എച്ച് ഡാഷ് സി എഴുതുക. എച്ച് ഡാഷ് സി ഈക്വൽ ടു 0. റോൾസ് 0 ഉപയോഗിച്ച് എച്ച് ഡാഷ് സി 0 എന്ന് നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും. ഇങ്ങനെ എഴുതിയാൽ ഇതിൽ നിന്ന് എഫ് ബി മൈനസ് എഫ് എ ഡിവൈഡ് ബൈ ജി ബി മൈനസ് ജി എ ഈക്വൽ ടു ഇൻറ്റു ജി ഡാഷ് സി ഈക്വൽ ടു എഫ് ഡാഷ് സി. അപ്പോൾ എഫ് ബി മൈനസ് എഫ് എ ഡിവൈഡ് ബൈ ജി ബി മൈനസ് ജി എ എഴുതുന്നെങ്കിൽ ഈക്വൽ ടു എഫ് ഡാഷ് സി ഡിവൈഡ് ബൈ ജി ഡാഷ് സി എന്ന് എഴുതാം. ഓർഡിനറി റോൾസ് തിയറം ആണ് നമ്മൾ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചേർത്താണ് നമുക്കിനി അടുത്തത് എൽ ഹോസ്പിറ്റൽസ് റൂൾസ് ഉണ്ട് 1 and 2, അത് പ്രൂവ് ചെയ്യും.
ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് എന്നാന്ന് മനസ്സിലാക്കുക, അത് കണ്ടുപിടിക്കാനുള്ള ആ സിറ്റുവേഷനെ ബെറ്റർ ആക്കാനുള്ള മാർഗങ്ങളാണ്